DK ഇനി ഇന്ത്യയിലെ സമ്പന്നനായ മുഖ്യമന്ത്രി. കർണാടകയുടെ 25ാമത് മുഖ്യമന്ത്രിയായി DK ശിവകുമാർ അധികാരമേറ്റതോടെ മുഖ്യമന്ത്രിമാരിലെ സമ്പന്നൻ എന്ന പദവിയും കൈവരിച്ചു. DKക്ക് 1413 കോടി രൂപയുടെ ആസ്തിയുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലങ്ങൾ വ്യക്തമാക്കുന്നു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബുവിനെയാണ് ധനികരുടെ കാര്യത്തിൽ DK മറികടന്നത്. രാജ്യത്തെ ഏറ്റവും ദരിദ്രനായ മുഖ്യമന്ത്രി കശ്മീർ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ളയാണ്. അദ്ദേഹത്തിൻ്റെ ആസ്തി 55 ലക്ഷമാണ്. ധനികരിൽ രണ്ടാമതുള്ള ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ ആസ്തി 931 കോടിയാണ്. തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി വിജയുടെ ആസ്തി 648 കോടി രൂപയാണ്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ആസ്തി 30 കോടി രൂപയും VD സതീശൻ്റെ ആസ്തി 6.6 കോടിയുമാണ്. ഹിന്ദി ഹൃദയഭൂമിയിൽ സമ്പന്നനായ മുഖ്യമന്ത്രി മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവാണ്. രണ്ടാമത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും മൂന്നാമത് ബീഹാർ മുഖ്യമന്ത്രി സമ്രാട്ട് ചൗധരിയുമാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ആസ്തി 1.46 കോടിയാണ്. ഡൽഹി, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ സംയോജിത ആസ്തി 107 കോടി രൂപയേ ഉള്ളൂ. പാവപ്പെട്ട മുഖ്യമന്ത്രിമാരിൽ കഴിഞ്ഞ തവണ ഒന്നാമത് മമതയും മൂന്നാമത് പിണറായി വിജയനും ആയിരുന്നു. 2025 മെയ്യിലാണ് DKയുടെ താൽപര്യപ്രകാരം കോൺഗ്രസ് സർക്കാർ രാമനഗര ജില്ലയെ ബംഗളൂരു സൗത്ത് എന്ന് പുനർനാമകരണം ചെയ്തത്. കനകപുരം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹം പേരുമാറ്റത്തോടെ പ്രദേശത്തിന്റെ ഭൂമി വില കുതിച്ചുയരുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഈ ജില്ലയിൽ മാത്രം ശിവകുമാറിന് 71 ഏക്കറിലധികം കൃഷിഭൂമിയുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരനും മുൻ MP-യുമായ DK സുരേഷിന് 93.97 ഏക്കർ ഭൂമിയുണ്ട്. അതേസമയം 2.5 കൊല്ലം വീതം സിദ്ധരാമയ്യയും DK ശിവകുമാറും മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടും എന്ന തെരഞ്ഞെടുപ്പ് സമയത്തെ ധാരണ 3 കൊല്ലത്തിനു ശേഷം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കർണാടക കോൺഗ്രസിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉടലെടുത്തതോടെയാണ് ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഏർപ്പെടുകയും DKയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വരെ കാര്യങ്ങളെ എത്തിക്കുകയും ചെയ്തത്. ലോക് ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു എന്നിവരും പങ്കെടുത്തു. രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, KC വേണുഗോപാൽ, രൺദീപ് സിംഗ് സുർജേവാല, മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തുടങ്ങിയ പ്രമുഖ കോൺഗ്രസ് നേതാക്കളും വേദിയിൽ സന്നിഹിതരായിരുന്നു.